ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരംഗരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 11. ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ഉൽപ്പത്തി. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വിഗുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. വായുമന്ദിരസ്ഥിതനായ ഭഗവാനെ, സൃഷ്ടികർമ്മഫലം ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാക്കളായ സനകൻ മുതലായവർ അങ്ങയെ ദർശിക്കാൻ വേണ്ടി വൈകുണ്ഠത്തിലെത്തി. മനോജ്ഞനൈ ശ്രേയസകാനനാദ്യൈരനേകവാമീമണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാ. ആ മഹർഷിപുങ്കവന്മാർ മനോജ്ഞവും മോക്ഷദായകവുമായ ഉദ്യാനങ്ങളാലും അനേകം സരസ്സുകൾ, മണിമന്ദിരങ്ങൾ എന്നിവയാലും അനുപമവും സുപ്രസിദ്ധവുമായ അങ്ങയുടെ വാസസ്ഥാനത്തേക്ക് പുറത്തെ മതിലുകൾ കടന്നെത്തി. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്തൗ ജയസ്താൻ വിജയോപ്യരുന്താം തേഷാം ച ചിത്തേ പദമാപഗോപഃ സർവം ഭവൽ പ്രേരണയൈവ ഭൂമൻ. ഭവദ്ദർശനോത്സുകരും ഭവനപ്രവേശന വ്യഗ്രരുമായ ആ മഹർഷിമാരെ ദ്വാരപാലകന്മാരായ ജയനും വിജയനും തടഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കോപമുണ്ടായി. അചിന്ത്യവൈഭവനായ ഈശ്വര, അങ്ങയുടെ പ്രേരണ കൊണ്ടാണല്ലോ സർവവും സംഭവിക്കുന്നത്. വൈകുണ്ഠലോകാനുജിത പ്രജേഷ്ഠൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗദൗ ഹരിസ്മൃതിർനോസ്തി ദിനേ മധുസ്ഥാൻ. പരിശുദ്ധമായ വൈകുണ്ഠലോകത്തിന് അനുചിതമായ പ്രവർത്തികളോടുകൂടിയ ക്രൂരന്മാരായ നിങ്ങൾ അസുരന്മാരായി തീരുകയെന്ന് ശപിക്കപ്പെട്ട ജയവിജയന്മാർ തങ്ങളുടെ ഏക ആശ്രയമായ അങ്ങയെ എപ്പോഴും ഓർമ്മിക്കാനുള്ള അവസരം സുലബ്ധമാക്കാൻ വേണ്ടി സനകാദികളായ മഹർഷിമാരെ നമസ്കരിച്ചു. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഗഗേശരാസാർപ്പിത ചാരുബാഹൂരാനന്ദയം സ്ഥാനഭിരാമമൂർത്തിയാ. ഹേ അംബുജനേത്രേ, സ്വഭൃത്യന്മാർക്ക് നേരിട്ടിരിക്കുന്ന ആപത്തിനെ പറ്റി അറിഞ്ഞ് അങ്ങ് ലക്ഷ്മി സമേതനായി ഗരുഡന്റെ പുറത്ത് സുന്ദരങ്ങളായ ബാഹുക്കൾ അർപ്പിച്ചുകൊണ്ട് ചാരുകളേബരനായി മഹർഷിമാരെ ആനന്ദിപ്പിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. പ്രസാദ്യഗിർഭീസ്തുവദോ മുനീന്ദ്രാനന്യനാദാവദപാർഷദൗദൗ സംരംഭയോഗേന ഭവശ്രീഭീർമാമുപേദമിത്യാത്തകൃപം നിഗാദി. തന്നെ സ്തുതിക്കുന്ന മുനീന്ദ്രന്മാരെ അങ്ങ് നല്ല വാക്കു പറഞ്ഞ് സന്തോഷിപ്പിക്കുകയും അനാഥരായി തീർന്ന സ്വഭൃത്യരെ അടുത്ത 3 ജന്മങ്ങളിലെ കോപത്തോടുകൂടിയ ആരാധനത്തിന് ശേഷം എന്നെ പ്രാപിക്കുക എന്ന കാരുണ്യപൂർവം പറഞ്ഞാശ്വസിപ്പിക്കുകയും ചെയ്തു. ത്വദീയഭൃത്യാവത കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിദൗ സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ.
കശ്യപ മഹർഷി സ്വപത്നിയായ ദിതിയിൽ സന്ധ്യാസമയത്ത് ഗർഭധാരണം നടത്തിയപ്പോൾ അങ്ങയുടെ ഭൃത്യന്മാരായ ജയനും വിജയനും അതിൽ പ്രവേശിക്കുകയും ക്രൂരപ്രവർത്തികൾ മൂലം മറ്റ് 2 യമന്മാരാണോ എന്ന രീതിയിൽ അവർ 2 അസുരവീരന്മാരായി ഒന്നിച്ച് പിറക്കുകയും ചെയ്തു. ഹിരണ്യപൂർവകശിപുക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാദമശേഷലോകം രുഷാനിരന്താൻ നിജവാസനാന്തൗ. അവരിൽ ഒരാൾ ഹിരണ്യകശിപുവെന്നും അപരൻ ഹിരണ്യാക്ഷൻ എന്നുമുള്ള പേരുകളിൽ പ്രസിദ്ധരായി തീർന്നു. അസുരപ്രഭാവത്താൽ മത്തരായി തീർന്ന ഇരുവരും അങ്ങ് നാഥനായ ലോകത്തെ രോഷം പൂണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായതാവന്യമവാപ്തവൈരീ ഭവത്പ്രിയാങ്ഷ്മാം സലിലേ നിമജ്യ ചചാരഗർവാദ്വിനദൻ ഗതാവാൻ. അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുരചക്രവർത്തി യുദ്ധത്തിനോടി നടക്കുകയും ശത്രുവെ കിട്ടായികയാൽ അങ്ങയുടെ പ്രിയതമയായ ഭൂമിയെ സമുദ്രത്തിൽ മുക്കുകയും വീണ്ടും ഗർവിഷ്ഠനായി ഗദയും ധരിച്ച് അലറി നടക്കുകയും ചെയ്തു. തതോ ജലേശാൽ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ. പിന്നീട് ജലരാജനായ വരുണനിൽ നിന്ന് അങ്ങാണ് തനിക്ക് തുല്യനായ ശത്രുവെന്ന് കേട്ടറിഞ്ഞ ഹിരണ്യാക്ഷൻ അങ്ങയെ തിരഞ്ഞ് സഞ്ചരിച്ചു. പക്ഷേ അങ്ങ് ഭക്തന്മാർക്ക് മാത്രം ദർശനീയനാണല്ലോ. കൃപാനിധിയായ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണേ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവി നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ.